എല്ലാവരും 10-ാം അധ്യായത്തിലേക്ക് തിരിയാം. പുസ്തകം എടുക്കുക, ചാപ്റ്റർ നമ്പർ 10 ആദ്യം എടുക്കുക. അതിൻ്റെ ഹെഡിങ് ഒന്ന് എല്ലാവരും വായിക്കാമോ? ദ മൈറ്റി ഏഞ്ചൽ ആൻഡ് ദ ലിറ്റിൽ സ്ക്രോൾ. മലയാളം ഒന്ന് വായിക്കാമോ? ബലവാനായ ദൂതനും ചെറിയ പുസ്തകവും. ഒന്നുകൂടി വായിച്ചേ. ബലവാനായ ദൂതനും ചെറിയൊരു പുസ്തകവും. അതിൻ്റെ സിനോപ്സിസ് വായിക്കാം. സംക്ഷേപം. വെളിപ്പാട് 10 കാഹളങ്ങളുടെ അനുക്രമത്തെ താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ തുടർമാനമായ ഉദ്ദേശ്യങ്ങളെയും യോഹന്നാന്റെ പുനഃപ്രവർത്തന ക്ഷമതയെയും കാണിക്കുന്നു. ഒരു ബലവാനായ ദൂതൻ മേഘമുടുത്തും ആകാശവില്ല് ധരിച്ചും വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൻ ഭൂമിയിന്മേലും വെച്ച് ഇറങ്ങുന്നു. ദൈവത്തിന്റെ കീഴിലുള്ള ആഗോള അധികാരത്തിന്റെ ലക്ഷണം. 7 ഇടിമുഴക്കങ്ങൾ സംസാരിക്കുന്നു. അവരുടെ വാക്കുകൾ മുദ്രയിടുവാൻ യോഹന്നാനോട് ആവശ്യപ്പെടുന്നു. ചില മർമ്മങ്ങൾ ദൈവത്തിൽ തന്നെ ഇരിക്കുന്നുവെന്ന് ഇത് നമ്മെ ഓർപ്പിക്കുന്നു. ഇനി താമസമില്ല എന്ന് ദൂതൻ ആണയിടുന്നു. ദൈവത്തിൻ്റെ മർമ്മം നിവൃത്തിയാകുവാൻ പോകുന്നു. 5 യോഹന്നാൻ ചെറുപുസ്തകം തിന്നുന്നു. അവൻ്റെ വായിൽ മധുരിക്കും, വയറ്റിനെ കയ്പിക്കും. ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് അവനോട് പറയുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, എത്ര കാഹളം ഇതുവരെ ഊതി? 5 അഞ്ചല്ല 6. ഇപ്പൊ ഏറ്റവും അവസാനം 6ാമത്തെ നമ്മൾ ഊതിയിട്ടിരിക്കുമല്ലേ? ഇപ്പൊ ഊതിയുള്ളൂ. യൂഫ്രട്ടീസ് 6 കാഹളം ഊതി. ഇനി എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം ഉള്ളൂ. അത് ഇതിൽ ഊതുന്നല്ലേ വിചാരിച്ചത്? ഊതുന്നില്ല, സൊല്ലിട്ടേക്കുക. പോസ്. ദിസ് ആൻ ഇൻ്റർലൂഡ്. ഇടയ്ക്ക് ഒരു ഇൻ്റർവെല്ലാണ്. ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലുണ്ടേ, കേൾക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലുണ്ട്. അല്ലെങ്കിൽ ഈ വെളിപാട് പുസ്തകം വായിക്കുന്ന ആൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വം ഇടയ്ക്കിടയ്ക്ക് ഒരു ആശ്വാസം, ഒരു തൽക്കാല ആശ്വാസത്തിന് 7-ാം അധ്യായത്തിൽ കണ്ടില്ലേ, ഒരു കൂൾ ചാപ്റ്ററായിരുന്നു. 144,000 പേര്, പിന്നെ എണ്ണിക്കൂടാനാവാത്ത പുരുഷാരം, ആ രക്ഷയുടെ സന്തോഷം, ആരാധന, ഇതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വിവരണം. അതുപോലെ 10-ാം അധ്യായം ഒരു താൽക്കാലിക വിരാമമാണ്. 11-ാം അധ്യായത്തിലാണ് ലാസ്റ്റ് ട്രംപറ്റ്, 7th ട്രംപറ്റ് വിളിക്കാൻ പോകുന്നത്. കേട്ടായിരുന്നോ? നമ്മൾ അവിടെ വിചാരിക്കും അപ്പം തന്നെ എല്ലാം അവിടെ അവസാനിക്കുക. ഇല്ല, അത് ഊതിക്കഴിയുമ്പോൾ നടക്കുന്ന അനന്തര സംഭവങ്ങളെല്ലാം ഇങ്ങനെ വിവരിച്ച് വരുമ്പോഴേ അതിൻ്റെ പിക്ചർ കിട്ടുള്ളൂ. അത് നമുക്ക് കുറേശ്ശെ പഠിക്കാം. ഇതിൻ്റെ സെഗ്മെൻറ്റ്സിലേക്ക് പോകാം. സി പാർട്ടിൽ നമ്പർ 1, ദ മൈറ്റി ഏഞ്ചൽ ക്ലോത്ത് വിത്ത് എ ക്ലൗഡ് ആൻഡ് എ റെയിൻബോ. ബലവാനായ ദൂതൻ മേഘമുടുത്തും ആകാശവില്ല് ധരിച്ചും ഇരിക്കുന്നു. അതായത് ഇതിലേക്ക് ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടുത്തെ പ്രധാന കഥാപാത്രം ഒരു ഭയങ്കരനായ ഒരു ഏഞ്ചലാണ്. ഡിമോണിക് ഏഞ്ചൽ അല്ല, നല്ല ഏഞ്ചൽ. Number 2, his face, feet and the little scroll in his hands. അവന്റെ മുഖം, കാൽ, അവന്റെ കയ്യിലെ ചെറുപുസ്തകം. The angel cries out and 7 thunders speak. ദൂതൻ അത്യുച്ചത്തിൽ ആർക്കുന്നു, 7 ഇടിനാദം മുഴങ്ങുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞ 7 ഇടിനാദം. 7 ഇടിനാദം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? The 7 thunders are sealed and not written. 7 ഇടിയും എഴുതാതെ മുദ്രയിടുന്നു. The angel swears by the eternal God, no more delay. ദൂതൻ നിത്യനായ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു, ഇനി താമസമില്ല. Number 6, the mystery of God will be accomplished. ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. Number 7, John takes and eats the little scroll. യോഹന്നാൻ ചെറുപുസ്തകം എടുത്ത് തിന്നുന്നു. ഇത്രയേ ഉള്ളൂ കഥ. അതാണ് 10-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ശരിക്കും ശ്രദ്ധിച്ചാണ്, ആ നറേഷൻ ശ്രദ്ധിക്കുവാണെങ്കിൽ 10, 11, 12 ഒന്ന് പറഞ്ഞേ. 10, 11, 12 ഒരു പക്ഷേ ഒരൊറ്റ വിഷനായിരിക്കാം. കാരണം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഐ സോ, ഐ ഹേർഡ്. കേട്ടിട്ടില്ലേ? ഇടയ്ക്കിടയ്ക്ക് പറയും. അവിടെ വെച്ച് അടുത്തൊരു ഷിഫ്റ്റാണ്, വേറൊരു ദർശനം കണ്ടു എന്ന് പറയുന്നത്. ഐ സോ അനദർ വിഷൻ. പക്ഷെ ഇവിടെ ഐ സോ കഴിഞ്ഞാൽ 12 വരെ ഒറ്റ സ്ട്രെച്ചാണ്. അതിൻ്റെ അർത്ഥം ഒരു ലോങ്, ഒരു പക്ഷേ വെളിപാട് പുസ്തകത്തിലെ ഏറ്റവും ലോങ് വിഷൻ ഇതായിരിക്കാം. 10, 11, 12 ചാപ്റ്റേഴ്സ് എല്ലാം കൂടി ചേർത്ത് ഇറ്റ്സ് എ ലോങ് വിഷൻ. അതിലേക്ക് നമുക്ക് പോകാം. ഓവർവ്യൂ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയാലോ? യാ
statement number 1, the mighty angel clothed with a cloud and a rainbow. Revelation chapter 10 and verse number 1. ബലവാനായ ദൂതൻ മേഘമുടുത്തും ആകാശവില്ല് ധരിച്ചും ഇരിക്കുന്നു. വെളിപ്പാട് 10:1. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമെടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണു പോലെയും ഉള്ളവൻ. ഇവിടെ ഒരു ഭയങ്കര ഒരു വിഷനാണ്. ചെറിയ ആളെന്നല്ല, ഭയങ്കരനായ ഒരു ഏഞ്ചലിനെ കാണുകയാണ്. ഹൂ ഈസ് ദിസ് ഏഞ്ചൽ? അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവിടെ പറഞ്ഞിട്ടുണ്ട് അനാദർ മൈറ്റി ഏഞ്ചൽ, അനാദർ മൈറ്റി ഏഞ്ചൽ. ചിലരൊക്കെ പറയുന്നത് ഇത് യേശുവാണെന്ന്. ഒരിക്കലുമല്ലേ, ഇത് യേശുവല്ല. ഇത് വെളിപാട് പുസ്തകത്തിൽ ഒരു സ്ഥലത്ത് യേശു ഏഞ്ചലായിട്ട് വെളിപ്പെടുന്നില്ല. ഹീസ് ഹയർ ദാൻ ഏഞ്ചൽസ്. ഒരിക്കലുമില്ല. ഇത് ഏഞ്ചലല്ല, സോറി, ഒരു യേശുവല്ല, ഇത് ഏഞ്ചലാണ്, ഏഞ്ചൽ തന്നെയാണ്. അപ്പോൾ ഇതൊരു ഹൈ റാങ്കിങ് ഹെവൻലി മെസ്സഞ്ചറാണ്. ഭയങ്കര അധികാരമുള്ള, അതോറിറ്റിയിൽ കാര്യങ്ങൾ വിളംബരം ചെയ്യാൻ അധികാരം ലഭിച്ച ഒരാളാണ്. ഹിസ് അപ്പിയറൻസ് ആൻഡ് സിംബോളിസം നോക്കുക. ക്ലോത്ത് വിത്ത് എ ക്ലൗഡ്. ധരിച്ചിരിക്കുന്നത് എന്താണ്? മേഘം. മേഘത്തെയാണ്. സിംബലൈസസ് ഡിവൈൻ മാജസ്റ്റി, ഗ്ലോറി ആൻഡ് പ്രസൻസ്. എൻ്റെ അർത്ഥം ഒരു ദൈവത്തിൻ്റെ തന്നെ ഒരു ദൈവികമായ ഒരു മഹത്വവും സാന്നിധ്യവും ഒക്കെ അവൻ്റെ ചുറ്റിലും ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. റെയിൻബോ എബവ് ഹിസ് ഹെഡ്. അർത്ഥം കവനന്റ് മേഴ്സി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ഒരു പ്രത്യേക ഉടമ്പടിയുടെ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. റെയിൻബോ കണ്ടാൽ എന്ത് ചിന്തിക്കണം? കവനന്റ്, കവനന്റ്, ഗ്രേസ്, വടവർ. ഫേസ് ലൈക്ക് ദ സൺ, ദാറ്റ് മീൻസ് ഹെവൻലി റേഡിയൻസ് ആൻഡ് ട്രൂത്ത്. ഈ മുഖം സൂര്യൻ്റെ പോലെ ശോഭിക്കുന്നുണ്ട്. ലെഗ്സ് ലൈക്ക് ഫയറി പില്ലേഴ്സ്. അതിൻ്റെ അർത്ഥം സ്റ്റേബിൾ, ഡിവൈൻ ഗൈഡൻസ് തുടങ്ങി. ഓർക്കുന്നുണ്ട്, ഒരു ഫയറി പില്ലർ ആണ് ഈ ഇസ്രായേലിനെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഗൈഡൻസും എല്ലാമാണ് അവിടെ കാണിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ മിഷൻ നോക്കാം. ദിസ് ഏഞ്ചൽ ഈസ് എ മെസ്സഞ്ചർ ഓഫ് ഡിവൈൻ റെവലേഷൻ, പ്രിപ്പയറിംഗ് ടു അൺവെയിൽ എ മിസ്റ്ററി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു നിഗൂഢ രഹസ്യത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടു വന്ന ഒരു പ്രത്യേക ദൂതനാണ്. ഹി സ്റ്റാൻഡ്സ് ബിറ്റ്വീൻ ഹെവൻ ആൻഡ് എർത്ത്. അല്ലേ? സ്വർഗത്തിനും ഭൂമിക്കും ഇടയിൽ നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം ബ്രിഡ്ജിങ് ഗോഡ്സ് അതോറിറ്റി ആൻഡ് ഹ്യൂമൻ ഹിസ്റ്ററി. ദൈവത്തിൻ്റെ അധികാരത്തെയും മനുഷ്യൻ്റെ ചരിത്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെ അതിശക്തമായ ഒരു കണക്ഷനായി, ലിങ്കായിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. സോ അദ്ദേഹം ഇങ്ങനൊരു ദൂതൻ ഇറങ്ങി വന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഹിസ് ഡിസൻ ഷോസ് ദാറ്റ് ഹെവൻസ് പർപ്പസസ് ആർ അബൌട്ട് ടു ബി റിവീൽഡ്. സ്വർഗത്തിൻ്റെ ചില ഉദ്ദേശങ്ങൾ ഇതാ നിറവേറാൻ പോവുകയാണ്. ഒരു ദൂതൻ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ ഒരാൾ, കേൾക്കുന്നുണ്ടോ? ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിലുണ്ട്. ഇപ്പം നമ്മൾ ഏത് അധ്യായത്തിലാണ്? റെവലേഷൻ 10. ഡാനിയൽ 10-ൽ ഇന്ന് രാത്രി പോയി വായിച്ചാൽ മതി. അവിടെ ഇതുപോലെ ഒരു ദൂതൻ ഇറങ്ങുന്നുണ്ട്. വേറെ രസം കൂടി കയറിച്ചാൽ, ഡാനിയലിൻ്റെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയ എണ്ണിയാൽ എത്രാമത്തെ പുസ്തകമാണെന്ന് അറിയാമോ? 27. ഇത് എത്രാമത്തേന്ന് അറിയാമോ? 27. ദാനിയേലിൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ 27-ാമത്തേതാണെങ്കിൽ വെളിപാട് പുസ്തകം പുതിയ നിയമത്തിൽ 27-ാമത്തെയാണ്. ഒരു കണക്ഷൻ കണ്ടോ? ഇനി ഇങ്ങനെ പറഞ്ഞാൽ അധികപ്പറ്റാകരുത്. ഡാനിയൽ ഈസ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ജോൺ, ആൻഡ് ജോൺ പറഞ്ഞോ, ന്യൂ ടെസ്റ്റമെന്റ് ഡാനിയൽ ഈസ് ദ ന്യൂ ടെസ്റ്റമെന്റ് ഡാനിയൽ. രണ്ടു പേർക്കും ഫ്യൂച്ചറിലേക്ക് ഇവരുടെയൊക്കെ ഇവിടെ വെച്ചു കൊടുത്തത് ഭയങ്കരമായ ഒരു ടെലിസ്കോപ്പാണ് ഇവിടെ വെച്ചു കൊടുത്തത്. മനസ്സിലായോ? 1-2 വർഷത്തെ ദർശനമൊന്നുമല്ല കണ്ടത്. നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് നിത്യത വരെയുള്ളത് കാണാൻ പറ്റിയ ദർശകന്മാരായിരുന്നു ഇവർ രണ്ടുപേരും. മറ്റുള്ളവരിൽ ഇല്ലെന്നല്ല, ഇവർ രണ്ടുപേരും പർട്ടിക്കുലർലി. ഇവർ രണ്ടുപേരുടെ മേലും ഓപ്പറേറ്റ് ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റ്, ദർശനത്തിൻ്റെ റെവലേറ്ററി ഗിഫ്റ്റ് സിമിലറായിരുന്നു. ഇതുപോലെ ചില ലിങ്കുകൾ കാണാം, സ്പിരിച്വൽ ലിങ്കുകൾ.
ഉദാഹരണത്തിന് എലൈജയുടെ മേലുണ്ടായിരുന്ന അതുപോലത്തെ ഒരു അനോയിൻറ്റിങ്ങിലാണ് സ്നാപക യോഹന്നാൻ ഓപ്പറേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു, എന്തോ പോലെ. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ആ ക്യാരക്ടേഴ്സ് തമ്മിൽ ഈ സെയിം അനോയിൻറ്റിങ്ങിലാണ് ഓപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, സെഗ്മെൻറ്റ് നമ്പർ 2, ഹിസ് ഫേസ്, ഫീറ്റ് ആൻഡ് ദ ലിറ്റിൽ സ്ക്രോൾ ഇൻ ഹിസ് ഹാൻഡ്. 10:2 വായിക്കാം. അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകം ഉണ്ടായിരുന്നു. ഓക്കെ, അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും. ആ അത്ര ഉള്ളോ? ഇംഗ്ലീഷിൽ ഇങ്ങനെ റെവലേഷൻ 10:2, ഹി വാസ് ഹോൾഡിംഗ് എ ലിറ്റിൽ സ്ക്രോൾ which lay open in his hand. He planted his right foot on the sea and left foot on the land. ഈ മനുഷ്യൻ്റെ നിപ്പ് കൊണ്ടായിരുന്നു. എന്നായിരിക്കും ഈ മനുഷ്യൻ്റെ ആകാരം, ഈ ഏഞ്ചലിൻ്റെ വലുപ്പം എന്ന് ആലോചിച്ച് നോക്കുക. ഒരു കാല്, വലത്തെ കാല് സമുദ്രത്തിലും ഇടത്തെ കാല് എവിടെയും വെച്ചില്ല, ഭൂമിയിലും വെച്ചു. നിൽക്കുന്ന നിൽപ്പ് കണ്ടോ? കാല് കണ്ടോ? തീത്തൂണ് പോലെ, പില്ലർ ഓഫ് ഫയർ അതുപോലെ നിൽക്കുകയാണ്. വില്ല് കണ്ടോ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സ്ക്രോൾ ഉണ്ടായിരുന്നു, ഒരു ചുരുള്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് വാസ് എൻ ഓപ്പൺ സ്ക്രോൾ. പിതാവിൻ്റെ കയ്യിലിരുന്നത് മുദ്രയിട്ട ക്ലോസ്ഡ് റോൾഡ് സ്ക്രോൾ ആയിരുന്നെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? അതായത് 5-ാം അധ്യായത്തിൽ കണ്ടത് മുദ്രയിട്ട ചുരുളാണെങ്കിൽ 10-ാം അധ്യായത്തിൽ കാണുന്നത് ഓപ്പൺ സ്ക്രോൾ. മറ്റേ ചുരുൾ മൊത്തം പൊട്ടിച്ച് തീർത്തോട്ടോ, മുദ്ര പൊട്ടിച്ച് നമ്മൾ തീർത്തതാണ്. ഇതല്ല, ഇത് ഓപ്പൺ ആണെന്ന് പറഞ്ഞ അർത്ഥം ദിസ് ഈസ് റിവീൽഡ്, ഇറ്റ് ഈസ് നോട്ട് ഹിഡൻ, ഇറ്റ് ഈസ് ഓപ്പൺ. ഇനി ഇദ്ദേഹം കടലിലും കരയിലും കാല് വച്ചിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ഹി ഹാസ് യൂണിവേഴ്സൽ ഡൊമീനിയൻ. ഓക്കെ, നമുക്ക് വേഗത്തിൽ 3-ാമത്തെ സെഗ്മെൻറ്റ് വായിക്കാം. ദി ഏഞ്ചൽ ക്രൈസ് ഔട്ട് ആൻഡ് 7 thunders സ്പീക്ക്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചിലതിലേക്ക് പോവുകയാണ്. റെവലേഷൻ ചാപ്റ്റർ 10 and verse number 3. ദൂതൻ അത്യുച്ചത്തിൽ ആർക്കുന്നു, 7 ഇടിനാദം മുഴങ്ങുന്നു. ഓക്കെ, വായിക്കാം. ഇടങ്കാൽ ഭൂമിയിന്മേലും വെച്ച് സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. ഇനി ആ സീക്വൻസ് ഒന്ന് മനസ്സിലാക്കുക. ഹീ ഗേവ് എ ലൗഡ് ഷൗട്ട് ലൈക്ക് ദ റോർ ഓഫ് എ ലയൺ. ഒരു സിംഹം ഗർജിക്കുന്നത് പോലെ ഭയങ്കരമായി അദ്ദേഹം ഗർജിക്കുന്നു. അടുത്തത് എന്താണ്? വെൻ ഹി ഷൗട്ടഡ് ദ വോയിസസ് ഓഫ് 7 thunders spoke. ഒന്ന് നോക്കി, സ്ക്രീനിൽ നോക്കി. പെട്ടെന്ന് 7 ഇടിനാദമുണ്ടായി, വൺ ആഫ്റ്റർ ദി അതർ. 1, 2, 3, 4, 5, 6, 7. 7 ഇടിനാദം, thunders. ഇങ്ങനെ ഭയങ്കരമായ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, 4th segment, the 7 thunders are sealed and not written. 10:4. 7 ഇടിയും എഴുതാതെ മുദ്രയിടുന്നു. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക് എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉടനെ തന്നെ പേനയെടുത്തു. എഴുതണ്ടേ, ഇതുവരെ എഴുതെന്ന് പറഞ്ഞിട്ട് മറന്നു പോകുമായിരുന്നു. ഇതിപ്പോൾ എഴുതാൻ പറയുന്നില്ല. അദ്ദേഹം പേനയെടുത്ത് എഴുതാൻ വേണ്ടി റെഡിയാകുമ്പോൾ, when the 7 thunders spoke, I was about to write, but I heard a voice from heaven say, seal up what the 7 thunders have said and do not write it down. അത് എഴുതരുതെന്ന് പറഞ്ഞു. ഈ ഇങ്ങനൊരു വചനം ആരെങ്കിലും വായിച്ചിട്ടുണ്ട്? ആവർത്തന പുസ്തകം 29:29, ഡ്യൂട്രോണമി 29:29 പറയുന്നത്, ദ സീക്രട്ട് തിങ്സ് ബിലോങ് ടു ദ ലോർഡ് അവർ ഗാഡ്. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്കുള്ളത്, അങ്ങനെ എന്താണ് എൻ്റെ മലയാളം? ദ സീക്രട്ട് തിങ്സ് ബിലോങ് ടു ദ ലോർഡ് അവർ ഗാഡ്. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളതത്രേ. ഇവിടെ അതിശയിപ്പിക്കുന്നൊരു കാര്യം വെളിപാട് ദിവസം വെളിപ്പെടുത്തുന്നതാണ്. അതിൽ തന്നെ ഈ 7 ഇടിനാദം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. യോഹന്നാൻ അറിയാൻ പറ്റുമായിരിക്കും എന്താണെന്ന് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുക, പക്ഷേ എഴുതരുതെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇവിടെ നോക്കി, ഈ വെളിപാട് പുസ്തകം
മൊത്തം പഠിച്ചാലും സം തിങ്സ് ആർ സ്റ്റിൽ ഹിഡൻ. സം തിങ്സ് ആർ സ്റ്റിൽ ഹിഡൻ. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൽ വിശ്വസിക്കണം. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? കർത്താവ് അതെന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അത് എഴുതിയാൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ഒന്നും നമുക്കില്ലായിരിക്കാം. അപ്പോൾ അന്ത്യകാല സംഭവങ്ങൾ, എസ്കറ്റോളജിക്കൽ തിങ്സ് അല്ലെങ്കിൽ എൻഡ് ടൈം കാര്യങ്ങളൊക്കെ ഒത്തിരി പേര് പ്രസംഗിക്കുമെങ്കിലും എഴുതുമെങ്കിലും ഒരു കാര്യം ഓർക്കണം, അന്ന് സംഭവിക്കാനിരിക്കുന്ന പല കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ല. അതിൽ തന്നെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. There are concealed things even in the revealed things എന്ന് മറക്കരുത്. Next one, number 5, the angel swears by the eternal God, no more delay. ദൂതൻ നിത്യനായ ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു, ഇനി താമസമില്ല. Revelation chapter 10 verse number 5 and 6. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. Okay. ഇനി കാലമുണ്ടാകുകയില്ല. ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും. ഓക്കെ, 7ലേക്ക് പോകണ്ട, 5ഉം 6ഉം ഒന്ന് നോക്കിക്കോളൂ. Then the angel I had seen standing on the sea and on the land raised his right hand to heaven. എല്ലാവരും വലത്തേക്ക് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക. ഇങ്ങനെ നിൽക്കുവാണ് ആര്? ഈ ഏഞ്ചല് റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് നോക്കിയേ, ആൻഡ് ഹി സോർ ബൈ ഹിം ഹു ലിവ്സ് ഫോർ എവർ ആൻഡ് എവർ. എന്നുമെന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്താൽ അവൻ സത്യം ചെയ്യുകയാണ്. എന്താണ് പറയുക? ഹു ക്രിയേറ്റഡ് ദ ഹെവൻസ് ആൻഡ് ഓൾ ദാറ്റ് ഈസ് ഇൻ ദം in them, the earth and all that is in it, and the sea and all that is in it, and said, there will be no more delay. എന്താ പറഞ്ഞേ? ഇനി കാലം ഉണ്ടാകില്ലെന്നാണോ എഴുതിയിരിക്കുന്നത്? അതല്ല എൻ്റെ അർത്ഥം. ഇനി കാലതാമസം ഉണ്ടാകുകയില്ല, ഇനി വൈകില്ല. കേട്ടായിരുന്നോ? ഇനി വൈകില്ല എന്ന് പറഞ്ഞാൽ എന്തോ ചിലത് അടുത്ത് വന്നിരിക്കുന്നു. ഈ ദൂതൻ ഇത് വിളംബരം ചെയ്യുമ്പോൾ അവിടം തുടങ്ങി കാര്യങ്ങൾ വേഗത്തിൽ തീരാൻ പോവുകയാണെന്നർത്ഥം. ഈ 10ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ നോ മോർ ഡിലേ. ഇതുപോലെ തന്നെ ദാനിയേലിൻ്റെ പുസ്തകം 12ാം അധ്യായത്തിൻ്റെ 7ാം വചനത്തിൽ ഇതുപോലെ തന്നെ കൈ ഉയർത്തി ദൂതൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് സംഭവിക്കാൻ പോകുന്നത് ദ മിസ്റ്ററി ഓഫ് ഗോഡ് വിൽ ബി അക്കോംപ്ലിഷ്ഡ് എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. നമ്പർ 6, ദ മിസ്റ്ററി ഓഫ് ഗോഡ് വിൽ ബി അക്കോംപ്ലിഷ്ഡ്. അതാണ് സെഗ്മെൻറ്റ് നമ്പർ 6, റെവലേഷൻ ചാപ്റ്റർ 10 ആൻഡ് വേഴ്സ് നമ്പർ 7. ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാകും. ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിനുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. ഓക്കെ, നേരത്തെ പറഞ്ഞ there will be no more delay എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞത് the mystery of God will be accomplished just as he announced to his servants the prophets. What is the mystery of God? ദൈവത്തിൻ്റെ ആ രഹസ്യം, മർമ്മം, അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, വെളിപ്പെടും. അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മലയാളം എന്ന് പറയുമോ? ദ മിസ്റ്ററി ഓഫ് ഗോഡ് വിൽ ബി അക്കോംപ്ലിഷ്ഡ്. എൻ്റെ മലയാളം എന്താണ്? 7ാമത്തെ വചനത്തിൽ ദൈവത്തിന്റെ മർമ്മം സ്ഥാപിക്കപ്പെടും. ദൈവത്തിൻ്റെ മർമ്മം സ്ഥാപിക്കപ്പെടും. ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ, ദിസ് ഈസ് ദ റിഡംപ്റ്റീവ് ആൻഡ് ജുഡീഷ്യൽ പ്ലാൻ ഫോർ ദ ഏജസ്. അനേക യുഗങ്ങളായി മറഞ്ഞുകിടന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ. എന്തിൻ്റെ പദ്ധതി? വീണ്ടെടുപ്പിൻ്റെയും അതുപോലെ തൻ്റെ ജസ്റ്റിസ്, ഈ ഭൂമിയിൽ ന്യായം ഇവിടെ വിധിക്കുന്നതിൻ്റെയുമായ മർമ്മം എത്രയും വേഗം സ്ഥാപിക്കപ്പെടാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ആദം മുതൽ ഇങ്ങോട്ടുള്ള ഓരോ തലമുറയും, അബ്രഹാം തുടങ്ങി, നോഹ തുടങ്ങി, അബ്രഹാം തുടങ്ങി ഓരോ തലമുറയിലും കാത്തിരുന്ന ദൈവം എന്താണ്? ഇതെല്ലാം ചെറിയൊരു സ്പാനിൽ മാത്രം ജീവിച്ചിട്ട് പോയി അല്ലേ? ഓരോ തലമുറയും കുറച്ച് നാൾ ജീവിച്ചിട്ട് ഇവിടുന്ന് പോയി. എന്നാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പര്യവസാനം ദൈവം എന്താണ് തൻ്റെ ഉള്ളിൽ വെച്ചിരുന്നത് എന്നുള്ളത്, ആ മിസ്റ്ററി വെളിപ്പെടാൻ സമയമായി.
അതാണ് വലങ്ക ഉയർത്തി പറഞ്ഞത്, ഇനി ഒരു താമസവുമില്ല, യെസ്. അത് സകലരും അറിയാൻ പോകുക. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്തുകൊണ്ട് കർത്താവ് ഇങ്ങനെ ചെയ്തു. പക്ഷേ ആ മിസ്റ്ററി എല്ലാം കൂടെ വെളിപ്പെടാൻ പോകുന്നു. ഹല്ലേലൂയ. ഇവിടെ 11-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിലേക്ക് അടുത്ത അധ്യായത്തിൽ വരുമ്പോൾ നമ്മളൊന്ന് നേരത്തെ വായിക്കുകയാണ്. അവിടെ പറയുന്നത്, ദ കിങ്ഡം ഓഫ് ദ വേൾഡ് ഹാസ് ബിക്കം ദ കിങ്ഡം ഓഫ് അവർ ലോർഡ് ആൻഡ് ഓഫ് ഹിസ് മസായ ആൻഡ് ഹീ വിൽ റെയിൻ ഫോർ എവർ ആൻഡ് എവർ. 11:5. 11:15. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴുമെന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. സോ 7-ാമത്തെ കാഹളത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ അത് വരാൻ പോകുന്നു എന്നതിൻ്റെ വലിയ അനൗൺസ്മെൻ്റാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി 7th സെഗ്മെൻറ്റിൽ വരിക, ജോൺ ടേക്സ് ആൻഡ് ഈറ്റ്സ് ദ ലിറ്റിൽ സ്ക്രോൾ. യോഹന്നാൻ ചെറു പുസ്തകം എടുത്ത് തിന്നുന്നു. അതിൻ്റെ വേഴ്സ് നമ്പർ 8 to 11. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക. 9. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കുമെങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. 10. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു. അതെൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചുപോയി. 11. അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇത് ഈ അധ്യായം അവസാനിക്കുന്നൊരു രീതി കണ്ടോ? അതിനുശേഷം ഈ ദൂതൻ്റെ കയ്യിലുണ്ടായിരുന്ന ചുരുള് യോഹന്നാന് തിന്നാൻ കൊടുക്കുന്നു. എൻ്റെ അർത്ഥം അക്ഷരീയമായി ഇതെല്ലാം തിന്നെന്നോ ഒന്നും അല്ല എൻ്റെ അർത്ഥം. നമുക്കതിലേക്ക് വരാം. ഈ നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ഈ ഈറ്റ് ദ സ്ക്രോൾ മീനിങ് ഇൻറ്റേർണലൈസ് ഗോഡ്സ് വേർഡ്. ഞാൻ ഒത്തിരി പ്രാവശ്യം മോർണിംഗ് ഗ്ലോറിയിൽ ഇരുന്ന് പറയാറുണ്ട്, ബൈബിൾ വായിക്കുകയല്ല ചെയ്യേണ്ടത്, ബൈബിൾ ഭക്ഷിക്കണം. ബൈബിൾ തിന്നണമെന്ന് പറഞ്ഞാൽ ഓർക്കുന്നുണ്ടോ? ബൈബിൾ തിന്നണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? വി ഷുഡ് ഇൻറ്റേർണലൈസ്, വചനത്തെ നമ്മുടെ ഉള്ളിലാക്കണം എന്ന് പറഞ്ഞേ. വചനത്തെ നമ്മുടെ ഉള്ളിലാക്കണം. ഇത് എസെക്കിയേൽ ചാപ്റ്റർ 3 വേഴ്സസ് 1 to 3 വായിക്കുമ്പോൾ അവിടെ യെഹെസ്കേലിനോട് ഇതുപോലെ തന്നെ ചുരുള് തിന്നാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ അവിടെ ഇതുപോലെ തന്നെ പറയുന്നത് എൻ്റെ വയറിൽ അത് കഴിക്കും. ഇത് പറയാൻ കാരണം, ഈ സ്വീറ്റ് ഇൻ ദ മൗത്ത് മീൻസ് ഗോഡ്സ് വേർഡ് ഈസ് സ്വീറ്റ് ആൻഡ് ഡിലൈറ്റ്ഫുൾ. സാം 119 and verse number 103. 119-ാം സങ്കീർത്തനത്തിൻ്റെ 103 പറയുന്നു, ഹൗ സ്വീറ്റ് ആർ യുവർ വേർഡ്സ് ടു മൈ ടേസ്റ്റ്, സ്വീറ്റർ ദൻ ഹണി ടു മൈ മൗത്ത്. അല്ലേ, നിൻ്റെ വചനം എൻ്റെ വായിൽ, എൻ്റെ അണ്ണാക്കിന് മധുരമൊന്നുമില്ല, തേനിനേക്കാളും തേൻ കിട്ടയേക്കാളും മധുരമാകുന്നു എന്ന് പറയുന്ന ആ ഭാഗം. ജെറമായ ചാപ്റ്റർ 15 വേഴ്സ് നമ്പർ 16 പറയുന്നു, വെൻ യുവർ വേർഡ്സ് കെയിം ഐ എയ്റ്റ് ദം, ദേ വർ മൈ ജോയ് ആൻഡ് മൈ ഹാർട്ട്സ് ഡിലൈറ്റ്. നിൻ്റെ വചനം അതെൻ്റെ ഹൃദയത്തിന് ഏറ്റവും സന്തോഷമായിരുന്നു. വചനം വായിച്ച് രസിക്കുന്ന എത്ര പേരുണ്ട്? വചനം വായിച്ച് പൊട്ടിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? ഇതിനകത്തുള്ള ഹ്യൂമർ കണ്ടുപിടിക്കാൻ പഠിക്കണം. ചില വചനങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഹ്യൂമറസ്. പക്ഷെ ആളുകൾ ഭക്തിയിലായതുകൊണ്ട് ഇങ്ങനെ ഇരുന്നേ പഠിക്കും, പക്ഷെ ചിന്തിക്കുന്നില്ല ആളുകൾ. നമ്മളിതിനെ അകത്തോട്ടെടുത്ത് ഇൻറ്റേർണലൈസ് ചെയ്യണം. യെഹെസ്കേൽ ഈ വചനമൊക്കെ തിന്നു കഴിഞ്ഞപ്പോഴേക്ക്, ചുരുള് തിന്നു കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ കഴിക്കാൻ കാരണം ദ കോൺസിക്വൻസസ്, ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളടക്കം അതിഭീകരമാണ്. അഥവാ പ്രവാചകം നിറവേറുമ്പോൾ അത് ഭയങ്കരമായ ന്യായവിധിയുടേതാണ്. അതുകൊണ്ടാണ് വയറിൽ കഴിച്ചത്. ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് ഭയങ്കരമാണ്. ദൈവവചനം, എല്ലാ വചനത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഈ പ്രവാചകന്മാർക്ക് ലഭിച്ച ദൂത്. ആദ്യം ദൈവവചനം എന്ന രീതിയിൽ ആക്സെപ്റ്റ് ചെയ്തു, ഇതൊക്കെയാണെങ്കിലും അത് നിവൃത്തിയാകുമ്പോൾ വരാനിരിക്കുന്ന ഭയാനകത ഓർത്തപ്പോൾ അകത്തൊരു കാളലുണ്ടായി. അത് ബിറ്ററായിട്ട് മാറി. കാര്യം മനസ്സിലായി എത്ര പേരുണ്ട്? ഹല്ലേലൂയ.
എന്നിട്ട് അദ്ദേഹത്തോട് അവസാനം അദ്ദേഹം പറയുകയാണ്, ഈ ദൂതൻ പറയുകയാണ്, നീ ഇനിയും അല്ലേ, വേഴ്സ് നമ്പർ 11 പറയുന്നത്, then I was told you must prophesy again about many peoples, nations, languages and kings. അതിൻ്റെ അർത്ഥം, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും. ഇതുവരെ കണ്ടതൊന്നുമല്ല, ഇനിയും അനേക കാര്യങ്ങൾ നിനക്ക് പ്രവചിക്കാനുണ്ട്. അതിലെന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? നേഷൻസ്, ലാംഗ്വേജസ്, കിങ്സ്, പീപ്പിൾസ്. അനേകരെക്കുറിച്ച് ഇനിയും നിനക്ക് പ്രവചിക്കാനുണ്ട്. 10 അധ്യായമായിട്ടുള്ളൊരു 12 കൂടി കിടക്കുന്നു. ശരി, 22 മൊത്തമുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇനിയും ഈ വെളിപാടിൽ ഈ ദർശനത്തിൻ്റെ സീരീസ് തുടരുകയാണ്. ഗെറ്റ് റെഡി, തീർന്നിട്ടില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പഴയ നിയമത്തിലെ ദാനിയേലിൻ്റെ പുസ്തകവും പുതിയ നിയമത്തിലെ യോഹന്നാൻ്റെ വെളിപാടും തമ്മിൽ ഭയങ്കര ലിങ്കുണ്ട്. ഞാനൊരു ചാർട്ട് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പഠിച്ചത് 10ാമത്തെ അധ്യായമാണ്. ഓക്കെ, ഇവിടെ നോക്കി, ഇത് ഡാനിയേൽ 10. ഇന്ന് രാത്രി പോയി വായിക്കണം. ദാനിയേലിൻ്റെ പുസ്തകം 10ാം അധ്യായത്തിൽ നോക്കുമ്പോൾ എ മാൻ ക്ലോത്ത് ഇൻ ലിനൻ അപ്പിയേഴ്സ്. അവിടെ ഒരു അങ്കി ധരിച്ചൊരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? എ മൈറ്റി ഏഞ്ചൽ ഡിസെൻസ് ഫ്രം ഹെവൻ. നേരത്തെ പറഞ്ഞു 2:27 പുസ്തകമാണ്. 2ൻ്റെയും 10ാമത്തെ അധ്യായത്തിൽ എന്തുണ്ട്? ഇതുപോലൊരു ദൂതൻ വന്ന് ഒരു അരുളപ്പാട് കൊടുക്കുന്നുണ്ട്. 2ാമത്തെ നോക്കിയേ, അപ്പിയറൻസ് ഫിൽഡ് വിത്ത് ഡിവൈൻ ഗ്ലോറി. തൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ദിവ്യ രൂപമാണ്. ഇവിടെ നോക്കുക, അപ്പിയറൻസ് ഫിൽഡ് വിത്ത് ഡിവൈൻ ഗ്ലോറി. സെയിം നമ്മൾ കണ്ടല്ലോ രൂപം. അടുത്ത് നോക്ക്, ഫേസ് ലൈക്ക് ലൈറ്റ്നിങ്. എങ്ങനെയാണ്? ഭയങ്കരമാണ്, ഇടിമിന്നൽ പോലെയാണ് പ്രകാശം. ഇവിടെ ഫേസ് ലൈക്ക് ദ സൺ, സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഐസ് ലൈക്ക് ഫ്ലേമിംഗ് ടോർച്ചസ്, ഫീറ്റ് ലൈക്ക് പില്ലേഴ്സ് ഓഫ് ഫയർ. ഇവിടെ നോക്കുക, വോയിസ് ലൈക്ക് ദ സൗണ്ട് ഓഫ് എ മൾട്ടിറ്റ്യൂഡ്. ഈ ഒരാൾ സംസാരിച്ചപ്പോൾ ഒരു വലിയ പുരുഷാര സംസാരിക്കുന്ന പോലെ തോന്നി. വോയിസ് ലൈക്ക് റോറിങ് വാട്ടേഴ്സ്, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ കേട്ടു. അടുത്തത് നോക്ക്, വിഷൻ ഒക്കേഴ്സ് ബൈ ദ റിവർ ടൈഗ്രീസ്. നേരത്തെ യൂഫ്രട്ടീസ് കണ്ടു, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു നദി വേറെണ്ണം കണ്ടില്ലേ, അതാണ് ടൈഗ്രീസ്. ഈ ടൈഗ്രീസ് നദിയുടെ തീരത്തായിരുന്നു ഡാനിയേലിന് ദർശനമുണ്ട്. കാരണം അദ്ദേഹം ബാബിലോണിൽ ക്യാപ്റ്റീവായിരുന്നു. ഓക്കെ, ആ സമയത്ത് ടൈഗ്രീസ് നദിയുടെ തീരത്ത് ദർശനമുണ്ട്. ഇവിടെയോ, ഏഞ്ചൽ സ്റ്റാൻഡ്സ് ഓൺ ദ സീ ആൻഡ് ദ ലാൻഡ്. ഇവിടെ നോക്ക്, റെവലേഷൻ ഇസ് റിട്ടൺ ഇൻ എ സീൽഡ് സ്ക്രോൾ. അവിടെ എഴുതപ്പെട്ട വെളിപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ പ്രവചനം മുദ്രയിടാൻ പറഞ്ഞു. ഇവിടെയോ, ജോൺ റിസീവ്സ് എൻ ഓപ്പൺ ലിറ്റിൽ ബുക്ക്. ഇത് തുറന്നു കിട്ടി. അതിൻ്റെ അർത്ഥം ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അന്ന് മുദ്രയിട്ടിരുന്ന പലതും ഇന്നിവിടെ വെളിവായി. God's revelation is always progressive. ദൈവം നമുക്ക് തരുന്ന വെളിപാട് എന്താണ്? പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. 10 വർഷത്തിന് മുമ്പ് ഞാൻ ഇതേ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു? അതിനേക്കാൾ ഇന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യാസം വരും. നിങ്ങൾക്കും അങ്ങനെ തന്നെ. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, ഡിസംബർ മാസം വെളിപാടിൻ്റെ മാസമായതുകൊണ്ട് റെവലേറ്ററി റെലം അപ്ഗ്രേഡ് ചെയ്യുകയാണ്. വേണ്ടവർ സ്വീകരിക്കണം. മാസം തോറും 12 വിധ ഫലം കായ്ക്കുന്നല്ല പറഞ്ഞത്. അല്ല, ഡിസംബർ മാസത്തിൽ കായ്ക്കുന്ന ഫലമാണ് റെവലേഷൻ. അടുത്തതിലേക്ക് പോകാം. മിസ്റ്ററി ടു ബി ക്ലോസ്ഡ് അൺടിൽ ദി എൻഡ്. അവിടെ പ്രത്യേകിച്ച് 12ാം അധ്യായത്തിൻ്റെ 4-ലും 9-ലും ആണെന്ന് തോന്നുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കാലാവസാനം വരെ അത് മുദ്രയിട്ട് വെച്ചേക്കാൻ പറഞ്ഞു. ഇവിടെയോ, മിസ്റ്ററി നൗ ബീങ് റിവീൽഡ് ആൻഡ് കംപ്ലീറ്റഡ്. ഇവിടെ ഈ വെളിപാട് വെളിപാട് തുറന്നു തരികയും രഹസ്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുകയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വേറൊരു കാര്യം കണ്ടോ, ഓരോ തലമുറയിലും ദൈവം ഓരോ തൻ്റെ ദാസന്മാരെ, തൻ്റെ മക്കളെ എഴുന്നേൽപ്പിച്ച് വേണ്ടത് കൊടുത്ത്, എന്നിട്ട് ദാനിയേലിനോട് പറഞ്ഞു, നീ പോയി വിശ്രമിച്ചോ, ടേക്ക് റെസ്റ്റ്. കാലാവസാനത്തിൽ
നിൻ്റെ ഓഹരി പ്രാപിക്കാൻ വേണ്ടി നീ എഴുന്നേറ്റ് വരും. ഇതാണ് എല്ലാ സെമിത്തേരിയിലും ഫ്യൂണറൽ നടത്തുമ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീയോ ദാനിയേൽ പൊക്കോൾക, കാലാവസാനത്തിൽ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരും. ഒരാൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി, ഒരു വാസു പറഞ്ഞപ്പോൾ കാലവർഷത്തിൽ നീ ഓഹരി പ്രാപിക്കാൻ തിരിച്ചു വരുമെന്നായിപ്പോയി. കാലവർഷത്തിൻ്റെ അവസാനം, കാലാവസാനത്തിലാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നോക്ക്. ഹൈലൈറ്റ്സ് ഹിം ഹു ലിവ്സ് ഫോർ എവർ പറയുന്നുണ്ട്. എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ഹൈലൈറ്റ് ചെയ്യും. ഇവിടെ എന്താണ്? സെയിം തിങ്, എന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ. ചുരുക്കി പറഞ്ഞാൽ ഒരു പക്ഷേ അതേ ദൂതനായിരിക്കും ഇവിടെ വന്നത്. ദൂതന്മാർക്ക് മരണമില്ല കേട്ടോ. അവരിങ്ങനെ നൂറ്റാണ്ടുകളായി ദൈവത്തെ സേവിച്ചുകൊണ്ടിരിക്കും, വർഷിപ്പ് ചെയ്യുന്ന ഏഞ്ചൽസ് വർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ മൈക്കിളിനെ നമ്മൾ എവിടെയെല്ലാം കാണുന്നു, മിഖായേൽ ദൂതനെ എവിടെയെല്ലാം നമ്മൾ കാണുന്നു. ഡാനിയൽ 12 ആദ്യമാണെന്ന് തോന്നുന്നു, അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ബൈ ദ വേ, ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിൻ്റെ ഗാർഡിയൻഷിപ്പുള്ളൊരു ഏഞ്ചലാണ് മൈക്കിൾ. അതറിയാമോ? ഇസ്രായേൽ രാഷ്ട്രത്തെ മുഴുവൻ സംരക്ഷിക്കേണ്ട ചുമതല മിഖായേലിനാണ്, ഒരു ആർച്ച് ഏഞ്ചലാണ്. ഇതുപോലെ വളരെ സ്പെസിഫിക്കായി ദൈവം ഡ്യൂട്ടിയും അസൈൻമെൻറ്റും കൊടുത്തിട്ടുള്ള ദൂതന്മാരുണ്ട്. അതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പൊന്നു സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അസൈൻഡ് ഏഞ്ചൽസ് ഉണ്ടെന്നറിയാമോ? വ്യക്തമായിട്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞത് 2, കാരണം പ്ലൂറലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അവർ രക്ഷ പ്രാപിക്കാനുള്ളവരുടെ സേവകാത്മാക്കൾ അല്ലയോ? സെർവിങ് ഏഞ്ചൽസാണ് അവർ. അതെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഈ തമ്മിലുള്ള ഒരു താരതമ്യം നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് നിങ്ങൾക്ക് തന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിച്ചത്? 9 and 10. 9ൽ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? 6ാമത്തെയും കാഹളങ്ങൾ. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. 5th and 6th ട്രംപറ്റ്സ് ആണ് കണ്ടത് അല്ലേ? 5ാമത്തെ കാഹളവും 6ാമത്തെ കാഹളവും കണ്ടു. പിന്നെ 10ലേക്ക് വന്നപ്പോൾ ദ മൈറ്റി ഏഞ്ചൽ ആൻഡ് ദ ലിറ്റിൽ സ്ക്രോൾ. നാളെ 2 സാക്ഷികളാണ്. ഒത്തിരി പേരെ കുഴച്ചിട്ടുള്ളൊരു സംഭവമാണ്. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികളെ എഴുന്നേൽപ്പിക്കും. വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? 11ാം അധ്യായത്തിൽ 2 സാക്ഷികൾ. അത് ഏലിയാവാണെന്നും മോശയാണെന്നും ഹനോക്കാണെന്നും ഒക്കെ ഒത്തിരി അഭ്യൂഹങ്ങൾ നടക്കുന്നുണ്ട്. നാളെ അറിയാം യഥാർത്ഥത്തിൽ ഇവരാരാണ്. നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം, ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഇവിടെയുള്ളവർ, ഈ വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ഒന്നുകൂടെ കർത്താവിനോട് കൂടുതൽ അടുക്കാനും സമർപ്പിക്കുവാനുമുള്ള ഒരു ഒരുക്കത്തിൻ്റെ സമയമാണ്. മാത്രമല്ല ഈ വർഷം അങ്ങ് തീരുന്നത് കൊണ്ട് ഭയങ്കരമായി കർത്താവിനോട് അറ്റാച്ച്ഡായി, ഇൻറ്റിമേറ്റായി, കർത്താവിനോട് ഒട്ടിച്ചേർന്ന് പറ്റിച്ചേർന്ന് ഇൻ്റർ വോവൻ ആയി ഒറ്റ യൂണിറ്റായിട്ട് വേണം 2026 നമുക്ക് കടക്കാൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഓൺലൈനിൽ കാണുന്നവർ, എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലുള്ളവർ, ഏത് സഭകളിലുമുള്ളവർ നെഞ്ചിലേക്ക് കൈവെക്കുക. അപ്പോൾ തന്നെ ഇവിടെയോ ഓൺലൈനിലോ കാണുന്നവരിൽ സീരിയസായി ഇന്ന് വരെ യേശുവിന് വേണ്ടി ഹൃദയം സമർപ്പിച്ചിട്ടില്ലാത്തവർ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. ഉറക്കെ പറയാം, യേശുവേ എന്നെ മുഴുവനായി ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു. വെളിപ്പാടുകളിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടാകും. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവേ, അങ്ങ് എനിക്ക് ചെയ്ത എല്ലാറ്റിനുമായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനാൽ എന്നെ വഴി നടത്തണം. യേശു മാത്രം എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്,
എൻ്റെ യജമാനനാണ് എന്ന് ഞാൻ വായ്കൊണ്ടേറ്റ് പറയും. എനിക്ക് തന്ന സൗജന്യമായ നിത്യജീവനായ നന്ദി പറയുന്നു. അന്ത്യം വരെ എന്ത് വന്നാലും യേശുവിന് വേണ്ടി നിൽക്കുവാൻ എന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടതിനാൽ നന്ദി പറയുന്നു. തുടർന്നുള്ള അധ്യായങ്ങൾ ഗ്രഹിക്കുവാൻ എന്റെ ബുദ്ധിയെ തുറക്കണമേ. ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. 11, 12 അധ്യായങ്ങൾ, 2 പറ്റുവാണെങ്കിൽ 2 അധ്യായങ്ങൾ നമ്മൾ നാളെ കവർ ചെയ്യും. ഈ 2 അധ്യായങ്ങൾ നന്നായി വായിക്കുക. ഔട്ട്ലൈൻ ബുക്കിലൂടെ ആ 2 അധ്യായങ്ങൾ നോക്കുക. ആദ്യം മുതൽ ഒന്ന് ഓടിച്ചു നോക്കുക. എന്നിട്ടേ നാളെ വരാവൂ. ഗോഡ് ബ്ലസ് യു. യമേ. ഗോഡ് ബ്ലസ് യു. ഇന്ന് ഓൺലൈനിൽ വാച്ച് ചെയ്തവരെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഓവർവ്യൂ വീഡിയോ കണ്ട് നമുക്ക് വീടുകളിലേക്ക് പിരിയാം. ഗോഡ് ബ്ലസ് യു.